ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക്. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടെ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശക്തിയിലാണ് മഴ പെയ്യുന്നത്. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ മഴ നിന്നിട്ടില്ല, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്ന്, അതായത് August 1st, 2026 അന്നാണ് ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഫ്രഷ് ആവാനും ടൈം എടുത്തു. അതിനുശേഷം കുറച്ച് മഴയൊക്കെ നോക്കി നിന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പഠിക്കാനല്ല, ആദ്യം തന്നെ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം എഴുതാൻ പറയുന്ന സമയത്ത് കുറച്ച് മടിയുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് 1 month ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കുറേ എഴുതാണ്ടിരുന്നിട്ടുള്ള ഒരു ഇതൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. എനിക്ക് എഴുതാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് കൂടുതലും വായിക്കാനാണ് ഇഷ്ടം. ഇപ്പം കുറച്ചായിട്ടുള്ള ഹോബീസൊക്കെയാണ് വായിക്കുക, അതുപോലെ തന്നെ വരയ്ക്കുക. മുമ്പൊന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. എനിക്ക് പുതിയതായി കിട്ടിയ ഹോബീസൊക്കെയാണിത്. അങ്ങനെ എന്തായാലും ആദ്യം ഞാൻ കെമിസ്ട്രി എഴുതി അങ്ങ് തീർത്തു. കെമിസ്ട്രി എഴുതി തീർന്നപ്പോൾ തന്നെ പകുതി സമാധാനമായി. കാരണം ഒരുപാട് പെൻഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പെൻഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചായ കുടിക്കാം. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനായിട്ട് മുമ്പാണ് ഞാനത് എഴുതാനിരുന്നത്. വേഗം കഴിയുമെന്ന് വിചാരിച്ച്. പക്ഷേ കഴിയുമ്പോൾ ഏകദേശം 10 മണി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഒരു 10:35 ആകുമ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞു. പിന്നെ 10:45 ഞാൻ വീണ്ടും പഠിക്കാനായിട്ടിരിക്കുന്നത്. പഠിക്കില്ല, ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചാലല്ലേ നമുക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കാൻ വലിയ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോറി നമുക്ക് ഓൾറെഡി അറിയണതുകൊണ്ട് നമുക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നമുക്കറിയാത്ത ബുക്സൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നത് പറയണേ. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, എന്താ പറയുക, എൻ്റെ ചാനലിൽ ഞാൻ എപ്പോഴും വരയ്ക്കുന്ന വീഡിയോസ് മാത്രമാണ് ഇടാറ്. അപ്പോൾ എൻ്റെ ചാനലിൽ കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് നമുക്ക് സ്റ്റഡി വ്ളോഗ്സൊക്കെ ഇട്ടാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റഡി വ്ളോഗ്സ് ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ. എനിക്ക് ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ മര്യാദയ്ക്ക് സമയം കിട്ടാറില്ല. ഇതാകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി. പക്ഷേ വരയ്ക്കാനെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് സമയം വേണം. പക്ഷേ ഒരിക്കലും ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഇടേണ്ടത് നിർത്തില്ല. അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി വ്ളോഗ്സ് ഇടട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ വീട്ടിലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം. സ്റ്റഡി വ്ളോഗ്സ് ഞാനിനി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്താലോ ഇതിനൊക്കെ പറ്റി പറയണേ. അപ്പം എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അതിൻ്റെ ഇടയിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുന്നത് പരിപാടി ഞാൻ കുറച്ച് ബോറിംഗ് ആണെങ്കിൽ കൂടി ഞാനത് ചെയ്തു. കാരണം നമ്മളത് ചെയ്യണ്ടേ, കാരണം എന്നാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മാത്സ് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മുടെ കഴിഞ്ഞായിരുന്നു ക്ലാസ്സിലെടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററത്തെ നമ്മൾ എന്താ പറയുക, ആ എക്സസൈസൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ കുറേ എക്സസൈസ് നമുക്ക് ഉണ്ടാവും, 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഇരുന്ന് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് എക്സാം ടൈപ്പ് മോഡലിൽ തന്നെയാണ് എക്സസൈസ് തന്നിട്ടുണ്ടാവുക. നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സ് ചെയ്യാമെന്ന് പറയുന്നതും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എങ്കിലും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കഷ്ടപ്പാടുണ്ടാവില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. 1 മാസം ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആവുന്നേ ഉള്ളൂ. എന്തായാലും അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞാനതൊക്കെ ഇപ്പോൾ ശരിയാക്കി വരുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ തന്നെ ഞാൻ ആ ഫോൺ നോക്കലൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ആ വെക്കേഷനത്തെ ഒരു മടിയൊക്കെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. എങ്കിലും മടിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റൊക്കെ ആക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിച്ചു. പിന്നെ ഇവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം പകുതി കഴിഞ്ഞു.